പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകി ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട മീഡിയ വൺ. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പം വന്നവരാണ് കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്തത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയവരെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നീട് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു. ശോഭയുടെ ദൃശ്യം ചിത്രീകരിച്ചപ്പോൾ കരണക്കുറ്റി അടിച്ചു തകർക്കുമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്ന ഭീഷണി എന്ന് പറയുന്നത്. 5000 രൂപ വീതമാണ് പലർക്കും വിതരണം ചെയ്തതെന്ന് ദൃക്സാക്ഷികൾ മീഡിയ വണ്ണിനോട് പറയുന്നുണ്ട്. പിരായിരിയിൽ ബി.ജെ.പി. സാരി വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഇതാണ് ആ ദൃശ്യങ്ങൾ. നേരത്തെ തന്നെ മീഡിയ വൺ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത്. ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് വേണ്ടി കാണിക്കുകയാണ്. മുഹമ്മദ് അസ്ലം കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അസ്ലം, നോക്കൂ, പാലക്കാട് എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പിച്ചൊരു സീറ്റ്, അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വരും, ഒരു എം.എൽ.എ നിയമസഭയിലേക്ക് എത്തിക്കുമെന്ന് ബി.ജെ.പി. ഉറപ്പിച്ചു വെക്കുന്നതും ബി.ജെ.പി. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു പറയുന്നതുമായ മണ്ഡലമാണ്, ജില്ലയാണ് പാലക്കാട്. അതേ പാലക്കാട് ബി.ജെ.പിയുടെ സമുന്നതയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, ദേശീയ നേതാവാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ബി.ജെ.പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയ ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് പണവും സാരിയും ഒഴുക്കുന്നു. മനുഷ്യന്മാരെ പണം കൊടുത്ത് വാങ്ങുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഇതാ സംഭവിക്കുന്നു. കേരളം പോലുള്ള സ്ഥലത്ത് അതും കൂടെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടെ തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശോഭയ്ക്ക് വരെ ഒരു തോൽവി ഭീഷണി ഉണ്ട് എന്ന് പാലക്കാട് ബി.ജെ.പി. മണത്തതിന്റെ പിറകിൽ തന്നെ ആകണം ഇങ്ങനെ പണം വിതരണം ചെയ്തും സാരി വിതരണം ചെയ്തും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന്. പണം നൽകി വോട്ട് ചെയ്യാനുള്ള വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ള പരാതി പല ഘട്ടത്തിലും ഉയരുന്നെങ്കിൽ പോലും ഇത്ര കൃത്യതയോടുകൂടി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തു വരുന്നത് പക്ഷേ ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പാലക്കാട്ടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഒരു സംഘം കാറിൽ പോകുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു യുവതി ഒരാൾ ഇറങ്ങി ഒരു വയസ്സായ ഒരു സാധാരണക്കാരായ സ്ത്രീക്ക് പൈസ കൊടുത്ത് തിരിച്ചു വരുന്ന ദൃശ്യങ്ങൾ അതുവഴി പോവുകയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക്, മുൻ വാർഡ് മെമ്പർ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ശ്രദ്ധയപ്പെടുകയും അവരത് അപ്പോൾ തന്നെ മൊബൈൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അത് നൽകിയത് പണമാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പിന്നാലെ അവർ വരികയും ശോഭാ സുരേന്ദ്രന്റെ വാഹനം നിർത്തിച്ചിട്ട് ചോദിക്കുകയും ചെയ്യുന്നത് കൊടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം കൂടി വരുന്ന രീതിയിൽ മൊബൈൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. ആ ഘട്ടത്തിൽ മൊബൈൽ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ട ഉടൻ തന്നെ ശോഭാ സുരേന്ദ്രൻ കാലിൽ നിന്ന് ഇറങ്ങി വരികയും പ്രകോപിതനാവുകയും എന്തിനാണ് എൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നത് പറഞ്ഞിട്ട് അവരുടെ ചെപ്പ അടിച്ചു റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും പ്രകോപിതരാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ